എല്ലാവർക്കും നമസ്കാരം. HST ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വൊക്കാബുലറി വീഡിയോ ക്ലാസ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഓഗസ്റ്റിൽ പരീക്ഷ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ചിലപ്പോൾ നീണ്ടുപോകാം, ഓഗസ്റ്റിലാണെന്നാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. പക്ഷേ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, എന്തായാലും ഒക്ടോബർ കഴിയില്ല എന്നുറപ്പിക്കാം. സിലബസ് ഇതുവരെയും മാറിയിട്ടില്ല. എൻട്രിയിൽ കോഴ്സുകൾ ഗംഭീരമായി തുടർന്നു വരുന്നു. ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ മെൻറ്റർഷിപ്പോട് കൂടിയുള്ള RRK ബാച്ചും സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട്. സോ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് കൂടുതൽ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇഡിയംസ് ആൻഡ് ഫ്രേസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇഡിയംസ് ആൻഡ് ഫ്രേസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശൈലികളാണ്. ഒരു ലാംഗ്വേജിൻ്റെ ഏറ്റവും സൗന്ദര്യം ഉള്ള ഭാഗമാണ് ഈ ശൈലികൾ എന്ന് പറയുന്നത്. ഇത് എല്ലാ ഭാഷയിലും ഉണ്ട്. ഇപ്പം മലയാളത്തിലൊക്കെ ആണെങ്കിൽ വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരും ഒരുപോലെ ഉപയോഗിക്കുന്ന സാധനമാണ് ശൈലികൾ എന്ന് പറയുന്നത്. തേടിയ വള്ളി കാലിച്ചുറ്റി എന്ന് പറയുന്ന ഒരു ശൈലി, അത് ഉപയോഗിക്കാത്ത ആൾക്കാരില്ല. അത് വിദ്യാഭ്യാസമുള്ളവർ മാത്രമല്ല ശൈലി ഉപയോഗിക്കുന്നത്, അല്ലാത്തവരും നമ്മുടെ നാട്ടിൻപുറത്തെ ഭാഷകളിലും ഈ പറയുന്ന ശൈലികൾ ഒരുപാട് കടന്നുകൂടിയിട്ടുണ്ട്. ഇപ്പോൾ തേടിയ വള്ളി കാലിച്ചുറ്റി എന്ന് പറയുന്ന വാക്ക് ഒരു ശൈലിയാണ്. അത് ലിറ്ററൽ മീനിങ് എടുത്താൽ ഒരിക്കലും അതിൻ്റെ അർത്ഥം ശരിയാവില്ല. വള്ളി കാലി ചുറ്റിയ കാര്യമല്ല, മറിച്ച് നമ്മൾ പ്രതീക്ഷിച്ച എന്തോ, നമ്മൾ തേടിപ്പോകാൻ പോകുന്ന എന്തോ അല്ലെങ്കിൽ ആരെയോ അത് നമ്മളിലേക്ക് വരുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഇഡിയംസ് ആൻഡ് ഫ്രേസ് അഥവാ ശൈലികൾ എന്ന് പറയുന്നത്. സോ വളരെ പ്രധാനപ്പെട്ട ഒരുപാടുണ്ട്. അല്ലാതെ നമ്മൾ വളരെ കുറച്ച് 10 വാക്കുകൾ മാത്രമല്ല ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിന്നൊരെണ്ണം ചോദിക്കും എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഈ ശൈലികൾ. അതും ഒരു 60-70 ശൈലികൾ, ചിലപ്പോൾ 100 കാണാം. 100 ശൈലികൾക്കകത്ത് വരുന്ന കുറച്ച് ഇഡിയംസ് ആൻഡ് ഫ്രേസുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നേരെ ക്ലാസ്സിലേക്ക് പോവാം. ദ ആപ്പിൾ ഓഫ് വൺസ് ഐ. ആപ്പിൾ ഓഫ് വൺസ് ഐ എന്ന് പറഞ്ഞാൽ കണ്ണിലെ കൃഷ്ണമണി, എ വെരി ഡിയർ വൺ. ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെയാണ് നമ്മൾ ആപ്പിൾ ഓഫ് വൺസ് ഐ. തത്തുല്യമായ മലയാള പ്രയോഗമുണ്ട്, കണ്ണിലെ കൃഷ്ണമണി അല്ലെങ്കിൽ കണ്ണിലുണ്ണി. ആപ്പിൾ പൈ ഓർഡർ എന്ന് പറഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ, ക്ലീനും നീറ്റുമായത് എന്തും, അതിനെയാണ് ആപ്പിൾ പി ഓർഡർ എന്ന് പറയുന്നത്. ബെഡ് ഓഫ് റോസസ്, പൂമെത്ത എന്ന് പറഞ്ഞാൽ എ വെരി കംഫർട്ടബിൾ ആൻഡ് പ്ലസൻറ്റ് കണ്ടീഷൻ. എ വെരി കംഫർട്ടബിൾ ആൻഡ് പ്ലസൻറ്റ് കണ്ടീഷൻ, അതിനെയാണ് എ ബെഡ് ഓഫ് റോസസ് എന്നുള്ള പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. വെരി കംഫർട്ടബിൾ ആൻഡ് പ്ലസൻറ്റ് കണ്ടീഷൻ. നമ്മൾ പറയും അവൻ കല്ലും മുള്ളും നിറഞ്ഞ പാതകളിലൂടെയല്ല അവൻ യാത്ര ചെയ്യുന്നത്, പിന്നെ പൂമെത്തയിലൂടെയാണ് എന്ന് പറഞ്ഞാൽ വെരി പ്ലസൻറ്റ് ആൻഡ് കംഫർട്ടബിൾ സിറ്റുവേഷൻ. എ ബേർഡ് ഓഫ് പാസേജ്, എളുപ്പം കണ്ടുപിടിക്കാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് പക്ഷികളാണ്. അപ്പം ബേർഡ് ഓഫ് പാസേജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാൾ. എ പേഴ്സൺ ഹൂ ട്രാവൽസ് വൈഡ്ലി. നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ ഉദാഹരണമായിട്ട് എടുക്കാം. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി, പൂവങ്കോഴിയുടെയും കാളയുടെയും കഥയൊന്നുമല്ല, മറിച്ച് കെട്ടുകഥ, എ ഫാൾ സ്റ്റോറി എന്ന് പറയും. എ ക്രൈ ഇൻ ദ വൈൽഡർനെസ്, വന്യതയിലെ കരച്ചിൽ എന്ന് പറഞ്ഞാൽ കാടിൻ്റെ വന്യതയിൽ കിടന്ന് നിലവിളിച്ചാൽ ആരും കേൾക്കില്ല. യൂസ്ലെസ് അറ്റംപ്റ്റ്, എ യൂസ്ലെസ് അറ്റംപ്റ്റ്. ഡെസ്കറേജ്, മദ്യപിക്കുന്നവർക്ക് കിട്ടുന്ന ധൈര്യമാണ് ഡെസ്കറേജ്. മദ്യപിക്കുന്നവർക്ക് അറിയാതെ. കറേജ് എക്സൈറ്റഡ് ബൈ വൈൻ എന്ന് പറയും. മദ്യം കഴിക്കുമ്പം ഇല്ലാത്ത ധൈര്യം വരുന്നെന്ന് തോന്നും. ഓക്കെ, അപ്പോൾ അതിനെ വിളിക്കുന്നത് ഡെസ്കറേജ്. എളുപ്പം പഠിക്കുക. ഞാനിത് മലയാളത്തിൽ പറയുന്നത് നിങ്ങളിത് പഠിച്ചു കഴിയുമ്പം നിങ്ങളുടെ മനസ്സിലിരിക്കണം. ഇംഗ്ലീഷ് മീനിങ് നിങ്ങളുടെ മനസ്സിലില്ലെങ്കിൽ പോലും പരീക്ഷകളിൽ ഇരിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയാൽ, മലയാളത്തിൽ ഇതിൻ്റെ അർത്ഥം അറിയാമെങ്കിൽ ഉറപ്പായിട്ടും ഓപ്ഷൻ കണ്ടുപിടിക്കാം. ആപ്പിൾ പൈ, ആപ്പിൾ ഓഫ് വൺസ് ഐ, എ വെരി ഡിയർ വൺ, പ്രിയപ്പെട്ടവൻ. ആപ്പിൾ പൈ ഓർഡർ, നീറ്റ് ആൻഡ് ക്ലീൻ. ബെഡ് ഓഫ് റോസസ്, എ വെരി കംഫർട്ടബിൾ ആൻഡ് പ്ലസൻറ്റ് കണ്ടീഷൻ. ബേർഡ് ഓഫ് പാസേജ്, എ പേഴ്സൺ ഹൂ ട്രാവൽസ് വൈഡ്ലി. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി, എ ഫാൾ സ്റ്റോറി. എ ക്രൈ ഇൻ ദ വൈൽഡർനെസ്, എ യൂസ്ലെസ് അറ്റംപ്റ്റ്. ഡെസ്കറേജ്, കറേജ് എക്സൈറ്റഡ് ബൈ വൈൻ എന്ന് പറയും. നെക്സ്റ്റ്, ഫെയർ പ്ലേ ആൻഡ് ഓണസ്റ്റ് മെത്തേഡ്, സത്യസന്ധമായ വഴികളിലൂടെ, അതിനെയാണ് ഫെയർ പ്ലേ എന്ന് പറയുന്നത്. ഹെർക്കുലിയൻ ടാസ്ക് മീൻസ് ഡിഫിക്കൽട്ട് ടാസ്ക്, ഭഗീരഥ പ്രയത്നം. ഹെർക്കുലിയൻ ടാസ്ക്, ഇപ്പോൾ ഹെർക്കുലീസ് ചെയ്ത ജോലികൾ, ഹെർക്കുലീസ് ചെയ്തത് ഡിഫിക്കൽട്ട് ഹെക്റ്റിക് ടാസ്കുകളാണ്. ഹെർക്കുലീസ് എന്ന് പറഞ്ഞ സിനിമ കണ്ടാൽ അറിയാം. ദൈവം എത്രയോ ജോലി ഹെർക്കുലീസിനെ ഏൽപ്പിക്കുന്നു, ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. നമ്മൾ ഭഗീരഥ പ്രയത്നം, ഡിഫിക്കൽട്ട് ജോബ്. മലയാളം ഭഗീരഥ പ്രയത്നം. ഭഗീരഥൻ നമ്മുടെ മിത്തോളജിയാണ്. പാതാള ലോകത്ത് നിന്നും ഗംഗയെ ഭൂമിയിലേക്ക് ഒഴുക്കിയ ആളാണ് ഭഗീരഥൻ. അതാണ് ഭഗീരഥൻ ചെയ്ത ഹെക്റ്റിക് ജോബ്. അയൺ വിൽ, കൽപ്പന ചൗള ഒരു അയൺ വിൽ ഉള്ള സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് വിൽ പവർ. ലാഫിംഗ് സ്റ്റോക്ക്, ഐ ബിക്കേം എ ലാഫിംഗ് സ്റ്റോക്ക് ഇൻ ദ ഫേസ് ഓഫ് എവരി വൺ. എല്ലാവരുടെയും മുമ്പിൽ ഞാൻ, ബിഫോർ എവരി വൺ, എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഒരു പരിഹാസപാത്രമായി എന്ന് പറഞ്ഞാൽ ആൻ ഒബ്ജക്റ്റ് ഓഫ് റിഡിക്യൂൾ. മറ്റുള്ളവർക്ക് തമാശയ്ക്ക് നിന്നു കൊടുക്കുന്ന ആൾ, മറ്റുള്ളവർക്ക് കളിയാക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പിൽ നിന്നു കൊടുക്കുന്ന ആളെയാണ് ലാഫിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഒലിവ് ബ്രാഞ്ച്,
ഓർത്തിരിക്കാൻ മാർഗമുണ്ട്. സമാധാനത്തിൻ്റെ സിമ്പലായിട്ട് ക്രിസ്ത്യാനികൾ കാണുന്ന മരമാണ് ഒലിവ്. സോ ആൻ ഓഫർ ഓഫ് പീസ്, സമാധാനമാണ്. എ റെഡ് ലെറ്റർ ഡേ, ചുവന്ന കത്തിൻ്റെ ദിവസമൊന്നുമല്ല. വെരി ഹാപ്പി ഡേ ഓർ മെമ്മറബിൾ ഡേ, വെരി ഇമ്പോർട്ടൻ്റ് ഡേ, എല്ലാ അർത്ഥമുണ്ട്. വെരി ഹാപ്പി ഡേ, വെരി മെമ്മറബിൾ ഡേ, വെരി ഇമ്പോർട്ടൻ്റ് ഡേ, എന്തായാലും പോസിറ്റീവ് ദിവസത്തെയാണ് റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത്. സ്കോട്ട് ഫ്രീ, സ്കോട്ട് ഫ്രീ എന്ന് പറയുമ്പോൾ ദൃശ്യം 2 എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് പോലീസ് ഓഫീസർ മോഹൻലാലിൻ്റെ കഥാപാത്രത്തോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ വേറൊരു പോലീസുകാരോട് പറയുന്നുണ്ട്, മോഹൻലാൽ ശിക്ഷയിൽ നിന്ന് മോചിതനായി പുറത്തേക്ക് വരുമ്പോൾ, ദിസ് മാൻ ഈസ് എ ക്ലാസിക് ക്രിമിനൽ ആൻഡ് ഹീ ഈസ് സ്കോട്ട് ഫ്രീ നൗ എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്ന് മോചിതനാകുക, ഫ്രീ ഫ്രം പണിഷ്മെൻറ്റ്. നോക്ക്, ഓർമ്മ വരുന്നോ നോക്ക്. ഫെയർ പ്ലേ, ആൻ ഓണസ്റ്റ് മെത്തേഡ്, എ ഹെർക്കുലിയൻ ടാസ്ക്, എ ഡിഫിക്കൽട്ട് ജോബ്, ആൻ അയൺ വിൽ, എ സ്ട്രോങ് വിൽ, എ ലാഫിംഗ് സ്റ്റോക്ക്, ആൻ ഒബ്ജക്റ്റ് ഓഫ് റിഡിക്യൂൾ, ദ ഒലിവ് ബ്രാഞ്ച്, ആൻ ഓഫർ ഓഫ് പീസ്, റെഡ് ലെറ്റർ ഡേ, വെരി ഇമ്പോർട്ടൻറ്റ് ഡേ, സ്കോട്ട് ഫ്രീ, ഫ്രീ ഫ്രം പണിഷ്മെൻറ്റ്. ഇതെല്ലാം ഓർത്ത് വെച്ചോണം. ഇത് കഴിയുമ്പം ഞാൻ കുറച്ച് വാക്കുകൾ ചോദിക്കും, അപ്പോൾ നിങ്ങൾ ഓർത്ത് കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടായിരിക്കണം ഇത്രയും വാക്കുകൾ. ഒരു 50-60 വാക്കുകൾ ഒരു ദിവസം പഠിക്കുന്നത് ചെറിയ കാര്യമല്ല. ഇതിൽ നിന്ന് ഒരെണ്ണം കിട്ടും, നിങ്ങൾ നോക്കിക്കോളൂ. എ പാസ്റ്റ് മാസ്റ്റ്, ഇതുപോലെ വൊക്കാബുലറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പരീക്ഷാ ബേസ്ഡ് സാധനങ്ങൾ യൂട്യൂബിലൂടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പാസ്റ്റ് മാസ്റ്റർ, ആൻ എക്സ്പെർട്ട്, ഒരു വിദഗ്ധനെയാണ് പാസ്റ്റ് മാസ്റ്റർ എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോൾ ടോക്ക്, എ ടോൾ ടോക്ക് എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം, എ ബോസ്റ്റ്ഫുൾ ടോക്കാണ്, പൊങ്ങച്ചം, പൊക്കിയടിക്കുക, അതിനെയാണ് ടോൾ ടോക്ക് എന്ന് പറയുന്നത്. ഫെയർ വെതർ വിൻഡ്, എ ഫ്രണ്ട് ഇൻ പ്രോസ്പെരിറ്റി ഒള്ളി, ഫെയർ വെതർ വിൻഡ്, ആപത്തിൽ ഉപകരിക്കാത്ത സുഹൃത്ത് എന്ന് പറയും. ഫെയർ വെതർ വിൻഡ്, ആപത്തിൽ ഉപകരിക്കാത്ത സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നല്ല സമയത്ത് അടിക്കുന്ന കാറ്റ്. ഫെയർ വെതർ വിൻഡ് എന്നാണ് പറയുന്നത്. ഫെയർ വെതർ ഫ്രണ്ട്, ഫെയർ വെതർ വിൻഡ്, എ ഫ്രണ്ട് ഇൻ പ്രോസ്പെരിറ്റി ഒള്ളി, നല്ല സമയത്ത് മാത്രം നമ്മുടെ കൂടെ കാണുന്ന കുറച്ച് സുഹൃത്തുക്കളും ബന്ധുക്കളും. ഫെയർ വെതർ വിൻഡ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പം ഒരു വിസിലടിച്ചാൽ മതി, ഇവരെല്ലാം ഓടി രക്ഷപ്പെട്ടുള്ളൂ. ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയിൽ പിടിച്ചിട്ട മീൻ. കരയിൽ പിടിച്ചിട്ട മീനിൻ്റെ അവസ്ഥ എന്താണ്? ഇൻ ആൻ അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ. ഇപ്പോൾ എൻജിനീയറിങ് പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ പോയി ഒരു കോളേജിൽ, അവിടുത്തെ ഹോസ്റ്റലിൽ അവന് സിറ്റുവേഷൻ വളരെ ശോചനീയമായിരുന്നു. അവനോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. അവൻ കരയിൽ പിടിച്ചിട്ടൊരു മീനെ പോലായിരുന്നു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിനാണ് അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ. നമുക്ക് ഒരിക്കലും ഒരു സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കര ഒരിക്കലും മീനിന് പറ്റിയ സ്ഥലമല്ല. യുട്ടോപ്യൻ സ്കീം, യുട്ടോപ്പിയ, തോമസ് മോറിൻ്റെ യുട്ടോപ്പിയ, രാമരാജ്യം എന്ന് മലയാളത്തിൽ പറയും. സോ ആൻ ഐഡിയൽ ഓർ ഇമാജിനറി സൊസൈറ്റി, ഒരിക്കലും നടപ്പിലാകാത്തൊരു സൊസൈറ്റി. എ വൈൽഡ് ഗൂസ് ചേസ്, വൈൽഡ് ഗൂസ് ചേസ്, ക്രൈ ഇൻ ദ വൈൽഡർനെസ്സുമായിട്ട് കമ്പയർ ചെയ്യാം. വൈൽഡ് ഗൂസിനെ ചേസ് ചെയ്താൽ കിട്ടില്ല, അങ്ങനെ ഓർത്ത് വെക്കാം. എ ഫൂളിഷ് അറ്റംപ്റ്റ്, ഒരു യൂസ്ലെസ് അറ്റംപ്റ്റ് ആണ് ക്രൈ ഇൻ ദ വൈൽഡർനെസ് എന്ന് പറയുന്ന പോലെ. യോമൻ സർവീസ്, ഡിക്ഷണറിയിലെ അവസാനത്തെ പേജുകളിൽ വരുന്ന വാക്കാണ് യോമൻ. യോമൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെയാണ് നോബിൾ, നോബിൾ, എക്സലൻറ്റ് വർക്ക്. യോമൻ സർവീസ് എന്ന് പറഞ്ഞാൽ എക്സലൻറ്റ് വർക്ക്. പാസ്റ്റ് മാസ്റ്റർ, ആൻ എക്സ്പെർട്ട്, എ ടോൾ ടോക്ക്, ബോസ്റ്റ്ഫുൾ ടോക്ക്, ഫെയർ വെതർ വിൻ, എ ഫ്രണ്ട് ഇൻ പ്രോസ്പെരിറ്റി ഓൺലി, ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ, ഇൻ ആൻ അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ, യുട്ടോപ്യൻ സ്കീം, ആൻ ഐഡിയൽ ഓർ ഇമാജിനറി സൊസൈറ്റി, എ വൈൽഡ് ഗൂസ് ചേസ്, എ ഫൂളിഷ് അറ്റംപ്റ്റ്, യോമൻ സർവീസ്, എക്സലൻറ്റ് വർക്ക്. നെക്സ്റ്റ്, കൊഗ് ഇൻ ദ മെഷീൻ എന്ന് പറഞ്ഞാൽ എഞ്ചിനാണ്. കൊഗ് ഇൻ ദ മെഷീൻ, ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് സംതിങ്, എന്തിൻ്റെയെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. കൊഗ് ഇൻ ദ മെഷീൻ എന്ന് പറഞ്ഞാൽ എഞ്ചിനാണ്. ഒരു വണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എഞ്ചിനാണ്. എ സ്റ്റോം ഇൻ ദ ടീ കപ്പ്, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്, മലയാളത്തിൽ തത്തുല്യമായ പ്രയോഗമുണ്ട്. അർത്ഥം എന്താണെന്ന് പലർക്കും അറിയില്ല. ചെറിയ കാര്യത്തിന് വലിയ വിഷയം ഉണ്ടാക്കുക. എ ഗ്രേറ്റ് ടെൻഷൻ ഓവർ എ സിമ്പിൾ മാറ്റർ. വീട്ടിലെ ഗ്രാൻഡ് ഫാദർ കണ്ണട കാണുന്നില്ലെന്നും പറഞ്ഞ് വീട്ടിൽ ഭയങ്കരമായ ബഹളം, അമ്മുമ്മയെ അടിച്ച് വീട്ടിലെല്ലാവർക്കും തമ്മിൽ അടിയായി, പ്രശ്നമായി, അവസാനം വീട് കത്തിച്ച്. അവസാനമാണ് കൊച്ചുകുട്ടി പറയുന്നത് കണ്ണാട മുഖത്തിരിപ്പുണ്ടെന്ന്. സോ ചെറിയ കാര്യത്തിന് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതിന് വിളിക്കുന്ന പേരാണ് സ്റ്റോം ഇൻ ദ ടീ കപ്പ്. ദ ലയൺ ഷെയർ, സിംഹഭാഗം, എ മേജർ പോർഷൻ ഓഫ് സംതിങ്, എ മേജർ പോർഷൻ ഓഫ് സംതിങ്, എന്തിൻ്റെയെങ്കിലും മേജർ പോർഷനെയാണ് എന്ത് വിളിക്കുന്നത്? ലയൺ ഷെയർ എന്നുള്ള പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലയൺ ഷെയർ, എ മേജർ പോർഷൻ ഓഫ് സംതിങ്. സിംഹഭാഗം, നടുത്തുണ്ടം എന്നൊക്കെ പറയും. ബാഡ് ബ്ലഡ്, ഇൽ ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്വേഷം. ഓക്കെ, ലയൺ ഷെയർ കേട്ടില്ലേ? മേജർ പോർഷൻ. ഇപ്പം മീനിൻ്റെ നടുത്തുണ്ടം എന്ന് പറയും, സിംഹഭാഗം എന്ന് പറയും. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ലയൺ ഷെയർ. അപ്പം മേജർ ഷെയർ അവൻ്റെയാണ് എന്ന് പറയുന്നുണ്ട്. അതാണ് ഈ ലയൺ ഷെയർ. നിപ്ഡ് ഇൻ ദ ബഡ്, മുളയിലെ നുള്ളുക. ഡിസ്ട്രോയിഡ് ഇനിഷ്യലി, ഒരു പോസിറ്റീവ് സ്വഭാവമാവാം, ഒരു നെഗറ്റീവ് സ്വഭാവമാവാം. ഞാനതങ്ങ് മുളയിലെ നുള്ളി എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയിഡ് ഇനിഷ്യലി, തുടക്കത്തിലെ നശിപ്പിച്ച് കളയുക. ഡഫിയർ, ഡഫിയർ എന്ന് പറഞ്ഞാൽ അനുവദിക്കാതിരിക്കുക എന്നാണ്. ഇപ്പം ഞാൻ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തു, വർഷങ്ങളായി, ഇതുവരെയായിട്ട് അവർ അനുവദിച്ചില്ല, വീണത് ഡഫിയറിലാണ് എന്ന് പറഞ്ഞ അർത്ഥം റെഫ്യൂസ്ഡ് ടു ഗ്രാൻഡ്. ജാക്ക് ഓഫ് ആൾ ട്രേഡ്സ്, സകലകലാവല്ലഭൻ.
എല്ലാ ജോലിയും അറിയാം, പക്ഷെ അല്പം മാത്രം, ഒന്നിനും പൂർണ്ണനല്ല. അതിനെ വിളിക്കുന്ന പേരാണ് ജാക്ക് ഓഫ് ആൾ ട്രേഡ്സ്. ജയറാമിൻ്റെ തൂവൽ കൊട്ടാരം എന്ന് പറയുന്ന സിനിമയ്ക്ക് അത് ജയറാമിൻ്റെ കഥാപാത്രം. വക്കീലാണ്, പക്ഷെ ജീവിക്കാൻ വേണ്ടി പിള്ളേരെ പാട്ട് പഠിപ്പിക്കും, ലൈൻമാനായിട്ട് പോസ്റ്റേ കയറും, ചെണ്ടയടിക്കാൻ പോകും, പാചകക്കാരനായിട്ട് പോകും. ചുരുക്കി പറഞ്ഞാൽ അയാൾ ചെയ്യാത്ത ജോലികളേ ഇല്ല. അപ്പം അയാളെ വിളിക്കുന്ന പേരാണ് ജാക്ക് ഓഫ് ആൾ ട്രേഡ്സ്. നോക്ക്, കോഗിൻ ദ മെഷീൻ, എൻജിൻ, ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് സംതിങ്. എ സ്റ്റോം ഇൻ ദ ടീ കപ്പ്, ഗ്രേറ്റ് ടെൻഷൻ ഓവർ എ സിമ്പിൾ മാറ്റർ. ലയൺ ഷെയർ, എ മേജർ പോർഷൻ ഓഫ് സംതിങ്. ബാഡ് ബ്ലഡ്, ഇൽ ഫീലിംഗ്. നിപ്ഡ് ഇൻ ദ ബഡ്, ഡിസ്ട്രോയിഡ് ഇനിഷ്യലി. എ ഡെഫിയർ, റെഫ്യൂസ്ഡ് ടു ഗ്രാൻഡ്. എ ജാക്ക് ഓഫ് ആൾ ട്രേഡ്സ്, എ ലിറ്റിൽ ഓഫ് മെനി ജോബ്സ് എന്ന് പറയും. നെക്സ്റ്റ്, ഇൻ എ നട്ട്ഷെൽ, ബ്രീഫ്ലി, ചുരുക്കി. നിങ്ങൾ കഥ പറയാൻ വേണ്ടി ഒരു സംവിധായകൻ്റെ അടുത്ത് ചെല്ലുക, പുള്ളി തിരക്കിട്ട് പാൻ പോവുക, നിങ്ങൾ വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകും, പുള്ളി പറയും പ്ലീസ് ടെൽ ഇറ്റ് ഇൻ എ നട്ട്ഷെൽ, ഒന്ന് ചുരുക്കി പറയാമോ. ഇച്ചിങ് പാം എന്ന് പറഞ്ഞാൽ കൈവെള്ള ചൊറിയുക ഒന്നുമല്ല, ടേക്കിംഗ് ബ്രൈബ്സ്, കൈക്കൂലി വാങ്ങിക്കുകയാണ്. ലാറ്റിൻ ആൻഡ് ഗ്രീക്ക്, ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. യു ആർ സെയിങ് ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഭാഷകൾ വരുന്നതാണ് ലാറ്റിനും ഗ്രീക്കും. അതായത് സംതിങ് ദാറ്റ് വി കനോട്ട് അണ്ടർസ്റ്റാൻഡ്, ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്, നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യത്തെയാണ് നമ്മൾ ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് എന്ന് പറയുന്നത്. അറ്റ് സീ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് കൺഫ്യൂഷൻ. വി ആർ അറ്റ് സീ എന്ന് പറഞ്ഞാൽ കടലിനും ചെകുത്താനും കടലിനും ഇടയിൽ, അല്ലെങ്കിൽ നമ്മൾ പറയും എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ, അതാണ് അറ്റ് സീ. ടൂത്ത് ആൻഡ് നെയിൽ, നഖശികാന്തം, പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുക എന്ന് പറയും. വിത്ത് ഫുൾ ഫോഴ്സ്. അറ്റ് മൈ ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ റെഡി ഫോർ യൂസ് ആണ്. പലയിടത്തും കാണുന്നൊരു ബോർഡ്, അറ്റ് മൈ ഡിസ്പോസൽ, റെഡി ഫോർ യൂസ്. അറ്റ് ദ 11th hour, 11ാം മണിക്കൂർ. അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ്, ലാസ്റ്റ് മിനിറ്റ്സ്, റഷിനെയാണ് 11th hour എന്ന് പറയുന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ പഠിത്തം ഡേറ്റ് വരുമ്പോൾ ഒരു വെപ്രാളം പിടിച്ചൊരു പഠിത്തമുണ്ട്. പണ്ടൊക്കെ പരീക്ഷകളിൽ കയറുന്നതിന് മുമ്പ് ബെല്ലടിക്കുമ്പോൾ ഓടിപ്പോയൊരു പഠിത്തമുണ്ട്. നമ്മൾ പറയും 11ാം മണിക്കൂറത്തെ പഠനം എന്ന് പറയും. 11ാം മണിക്കൂർ സംഭവം സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങളൊരു നാടകത്തിൽ അഭിനയിക്കുന്നു, നിങ്ങളൊരു രാജാവിൻ്റെ വേഷം ചെയ്യുന്നു, നിങ്ങളുടെ കഥാപാത്രം കയറേണ്ട സമയമാകുമ്പം നിങ്ങൾ അവിടെ കിടന്ന് കിരീടം തപ്പുകയാണ്. അപ്പം സംവിധായകൻ പറയും ഈ 11ാം മണിക്കൂർ ആണോടാ കിരീടം തപ്പുന്നതെന്ന് ചോദിക്കും. അതാണ് 11th hour പഠിക്കുക. നെക്സ്റ്റ്, വിഡോസ് മൈറ്റ്, എ സ്മാൾ കോൺട്രിബ്യൂഷൻ ഓഫ് എ പുവർ മാൻ. എ സ്മാൾ കോൺട്രിബ്യൂഷൻ ഓഫ് എ പുവർ മാൻ, ഒരു പാവപ്പെട്ട ഒരാളുടെ ചെറിയ കോൺട്രിബ്യൂഷനെ നമ്മൾ വിഡോസ് മൈറ്റ് എന്ന് പറയാം. അണ്ണാങ്കുഞ്ഞും തന്നാലായത് എന്ന് വേണമെങ്കിൽ പറയാം. റൺ റൈറ്റ്, റൈറ്റ് എന്ന് പറഞ്ഞാൽ ലഹളയെന്ന അതേ അർത്ഥമാണ്. ടു ബിഹേവ് വയലൻ്റ്ലി, വയലൻ്റായിട്ട് ബിഹേവ് ചെയ്യുന്നതിനെയാണ് റൺ റൈറ്റ് എന്നുള്ള പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീൽ ആൻഡ് വോ എന്ന് പറഞ്ഞാൽ ജോയ് ആൻഡ് സോറോ, സന്തോഷവും ദുഃഖവും, അതാണ് വീൽ ആൻഡ് വോ. ഹർട്ട് ആൻഡ് സോൾ എന്ന് പറഞ്ഞാൽ വിത്ത് ഫുൾ എനർജി, വിത്ത് ആൾ എനർജി. ഒരിക്കലും ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്നു പറഞ്ഞാൽ അർത്ഥം ഹൃദയവും ആത്മാവും കേന്ദ്രഭാഗമൊന്നുമല്ല, മറിച്ച് ഫുൾ എനർജറ്റിക് ആയിട്ടുള്ള ഭാഗം, അതാണ്. വീൽ ആൻഡ് വോ സെയിം അർത്ഥമാണ്, ജോയ് ആൻഡ് സോറോ. ടിറ്റ് ഫോർ ടാറ്റ്, ഫാറ്റ് അല്ല ടാറ്റ. ഉരുളയ്ക്ക് ഉപ്പേരി, റീപേയ്മെൻറ്റ് ഓഫ് ഫാം ഇൻ ആൾമോസ്റ്റ് സെയിം വേ. ഇങ്ങോട്ട് എങ്ങനെ പറഞ്ഞോ തിരിച്ചു പറയും. റീട്ടോട്ടാണ്, റീട്ടോട്ട്സ്, അതായത് തിരിച്ച് മറുപടി കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങോട്ട് എങ്ങനെ ചെയ്തോ അതുപോലെ തിരിച്ച് ചെയ്യുക. ഓക്കെ. ഫാർ ക്രൈ, ലോങ് വേ എന്നാണ്. ഡെഡ് ആൻഡ് ഗോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡെഡ് ആൻഡ് ഗോൺ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, കഴിഞ്ഞു എന്നാണ് അർത്ഥം. നോക്ക്, വിഡോസ് മൈറ്റ്, എ സ്മാൾ കോൺട്രിബ്യൂഷൻ ഓഫ് എ പുവർ മാൻ. റൺ റൈറ്റ്, ടു ബിഹേവ് വയലൻ്റ്ലി. വീൽ ആൻഡ് വോ, എ ജോയ് ആൻഡ് സോറോ. ഹർട്ട് ആൻഡ് സോൾ, വിത്ത് ആൾ എനർജി. ടിറ്റ് ഫോർ ടാറ്റ് ആണ്, ടിറ്റ് ടു ടാറ്റ് അല്ല, തെറ്റാണ് കേട്ടോ, ഇങ്ങനെ പഠിക്കണം. ടിറ്റ് ഫോർ ടാറ്റ്, തെറ്റിപ്പോയതാണ്. ഉരുളയ്ക്കുപ്പേരി. ഫാർ ക്രൈ, എ ലോങ് വേ. ഡെഡ് ആൻഡ് ഗോൺ, ദാറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നാണ് അർത്ഥം. നെക്സ്റ്റ്, ഡൈ ഇൻ ഹാർനസ്, അർത്ഥം ഡൈ ഓൺ ഡ്യൂട്ടി. ഡൈ ഇൻ ഹാർനസ് കിട്ടിയ ജോലിയാണെന്ന് ചിലർ പറയും. അച്ഛൻ സർവീസിലിരുന്ന് മരിച്ചു, അതാണ് ഡൈ ഇൻ ഹാർനസ്, ഡൈ ഓൺ ഡ്യൂട്ടി. ഇൻ വോഗ്, വോഗ് എന്ന് പറയുന്ന ഫാഷനബിൾ ആയിട്ടുള്ള മാഗസിൻ്റെ ഒക്കെ പുറത്തു വരുന്ന പേരാണ് വോഗ്, ഫാഷൻ. വെൽ ഓഫ്, കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ എങ്ങനെ ഉണ്ട്, അവൻ വെൽ ഓഫ് ആണ് എന്ന് പറഞ്ഞാൽ റിച്ച്, ഫ്രൈസാണ്. ബേക്കേഴ്സ് ഡസൺ, ഡസൺ എന്ന് പറഞ്ഞാൽ 12, ബേക്കേഴ്സ് ഡസൺ എന്ന് പറഞ്ഞാൽ 13, 13. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് കംപ്ലീറ്റ് പറയും. ബ്ലൂ മൂൺ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ, അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യം, എ റെയർ ഈവൻറ്റ്. ഇൻ എ ഫിക്സ്, ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ഈ വാക്ക് നിങ്ങൾ ഒഴിവാക്കിക്കും. ഇൻ എ ഫിക്സ്, ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഐ വാസ് ഇൻ എ ഫിക്സ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക. അറ്റ് സി പോലാണ്, അറ്റ് സി എന്ന് പറയുന്നില്ല. ഇവിടെ പറ, ഡൈ ഇൻ ഹാർനസ്, ഡൈ ഓൺ ഡ്യൂട്ടി. ഇൻ വോഗ്, ഫാഷൻ. വെൽ ഓഫ്, റിച്ച്. ബേക്കേഴ്സ് ഡസൺ, 13. ബ്ലൂ മൂൺ, എ റെയർ ഈവൻറ്റ്. ഇൻ എ ഫിക്സ്, ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. കിത്ത് ആൻഡ് കിൻ, നിയർ റിലേറ്റീവ്സ് ആണ്, ബന്ധുമിത്രാദികൾ, ഉപചാരപൂർവ്വം ബന്ധുമിത്രാദികൾ, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആണ്. ഡ്രൈ റൺ, റിഹേഴ്സൽ.
ഞങ്ങളൊരു ഡ്രൈ റൺ നടത്തി നാടകത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ റിഹേഴ്സൽ. കിത്ത് ആൻഡ് കിൻ എല്ലാവർക്കും അറിയാവുന്നേ. ക്ലോസ് ഷേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു, സീരിയസ് ആയിട്ട് ഒരു ഓപ്പറേഷന് കയറ്റുന്നു. കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ ഇറങ്ങി എന്ന് പറയുന്നു ആൾ രക്ഷപ്പെട്ടു, എനിവേ ഇറ്റ് വാസ് എ ക്ലോസ് ഷേവ് എന്ന് പറഞ്ഞാൽ നാരോ എസ്കേപ്പ്, തലനാരിടയ്ക്ക് രക്ഷപ്പെടുക. ടോപ്പ് ബ്രാസ് ലോകത്തിലെ VIPs-നെയാണ്. VIPs വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ടോപ്പ് ബ്രാസ് എന്ന് പറയുന്നത്. റെഡ് ഹാൻഡഡ്, ദ കൾപ്രിറ്റ് വാസ് കോട്ട് റെഡ് ഹാൻഡഡ്. കയ്യോടെ പിടിക്കുക, ഓൺ ദ സ്പോട്ട്, ഓൺ ദ സ്പോട്ട്. സ്മാൾ ഫ്രൈ എന്ന് പറഞ്ഞാൽ സ്മാൾ ഫ്രൈ, നത്തോലി വറുത്തതല്ല സ്മാൾ ഫ്രൈ. പിന്നെയോ അൺഇമ്പോർട്ടൻ്റ് പേഴ്സൺ, യാതൊരു ഇമ്പോർട്ടൻറ്റും ഇല്ലാത്ത മനുഷ്യൻ. സ്ലോ കോച്ച്, പതുക്കെ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞ അർത്ഥം ലേസി, മടിയൻ. നോക്ക്, കിത്ത് ആൻഡ് കിൻ നിയർ റിലേറ്റീവ്സ്, ഡ്രൈ റൺ റിഹേഴ്സൽ, ക്ലോസ് ഷേവ് എ നാരോ എസ്കേപ്പ്, ടോപ്പ് ബ്രാസ് VIPs, റെഡ് ഹാൻഡഡ് ഓൺ ദ സ്പോട്ട്, സ്മാൾ ഫ്രൈ അൺഇമ്പോർട്ടൻറ്റ് പേഴ്സൺ, സ്ലോ കോച്ച് ലേസി വൺ. ഇങ്ങനെ പഠിക്കണം. ഒരു 10 മാത്രം ഡെയിലി പഠിച്ചിട്ട് കാര്യമില്ല. 50 പഠിച്ചാൽ 1 ഉറപ്പാണ്. ഇത് നിങ്ങളിനി മറക്കുമോ? ഇല്ല, കാരണം അത് പറഞ്ഞു തരുന്നത് അങ്ങനെയാണ്. അപ്പം നിങ്ങൾ എത്ര സിമ്പിളാക്കാൻ പറ്റുമോ അത്ര സിമ്പിളാക്കി ഓർത്തിരിക്കുക. വൊക്കാബുലറി നല്ല പാടാണ്, നമ്മുടെ മനസ്സിരിക്കത്തില്ല. ഇതൊന്നും നിങ്ങളിനി മറക്കത്തില്ല. ഓപ്ഷൻ കാണുമ്പോഴെങ്കിലും നിങ്ങൾ കറക്റ്റ് മീനിങ്ങിൽ എത്തിച്ചേരും. തുടരുന്നു, ഒരുപാടുണ്ട്. കാരണം 5 6 എണ്ണം എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു യൂട്യൂബ് ക്ലാസ് ചെയ്ത് നിങ്ങളെ പറ്റിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. ഒരുപാട് മാക്സിമം വന്നേക്കാം. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ പഠിപ്പിക്കുന്ന ഒന്നും നിങ്ങൾ മറക്കത്തില്ല. ഓക്കെ. സ്മെൽ എ റാറ്റ് ടു സസ്പെക്ട് സംതിങ്. എന്തോ സംശയാസ്പദമായ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ടു സ്മെൽ എ റാറ്റ്. മാൻ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്കോളർ, പണ്ഡിതൻ, അക്ഷരങ്ങളുടെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്കോളറാണ്. മാൻ ഓഫ് സ്ട്രോ അറിയോ? മാൻ ഓഫ് സ്ട്രോ, വർത്ത്ലെസ് മാൻ. നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ സ്മാൾ ഫ്രൈ എന്ന് പറഞ്ഞല്ലോ, അൺഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. സ്ട്രോ എന്ന് വെച്ചാൽ പുല്ല് വിലയുള്ള മനുഷ്യൻ, വർത്ത്ലെസ് മാൻ. മാൻ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്കോളറാണ്. മൂഡ് പോയിന്റ് എന്ന് പറയുന്നത്, മൂഡ് പോയിന്റ് ഇനിയും തീരുമാനിക്കാത്ത കാര്യം, അൺഡിസൈഡഡ് മാറ്റർ. ഫെയർ സെക്സ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ പറയുന്നതാണ് ഫെയർ സെക്സ്. അങ്ങനെ ഓർത്താൽ മതി. സ്ത്രീകൾക്കാണല്ലോ കളർ കൂടുതൽ, അങ്ങനെ ഓർത്താൽ മതി. ഞാൻ എളുപ്പമാർഗം വേണ്ടി പറയുന്നതാണേ, ക്ഷമിക്കുക. വിമൻ ഇൻ ജനറൽ, സ്ത്രീകൾ, പൊതുവെ സ്ത്രീകളെ പറയുന്ന ഒരു വാക്കാണ് ഫെയർ സെക്സ്. ബോസം ഫ്രണ്ട്, ബോസം എന്ന് വെച്ചാൽ മാറോട് ചേർത്ത് നമ്മൾ ചേർത്ത് നിർത്തുന്ന ഫ്രണ്ട് ആരാണ്? ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. ആൻഡ് ആക്സ് ടു ഗ്രൈൻഡ്, സെൽഫിഷ് മോട്ടീവ് അല്ല, കറക്റ്റ്. സ്ട്രോങ് ഒപ്പീനിയൻ എബൌട്ട് സംതിങ്, അങ്ങനെ പഠിച്ചാൽ മതി. സ്ട്രോങ് ഒപ്പീനിയൻ എബൌട്ട് സംതിങ്, ഒരു കാര്യത്തെക്കുറിച്ച് സ്ട്രോങ് ഒപ്പീനിയൻ വരുന്നതിനെയാണ് നമ്മൾ ആൻ ആക്സ് ടു ഗ്രൈൻഡ് ചോദിച്ച വാക്കാം. എ സ്ട്രോങ് ഒപ്പീനിയൻ എബൌട്ട് സംതിങ്. ബ്രേക്ക് ദ ഐസ്, ശിലയുരുകുക. ബിഗിൻ എ കോൺവെർസേഷൻ, രണ്ടുപേരും മിണ്ടാതിരുന്നിട്ടൊരു സംഭാഷണം തുടങ്ങുക. അതിന് നമ്മൾ ബ്രേക്ക് ദ ഐസ് എന്ന് പറയും, സംസാരിച്ച് തുടങ്ങുക. സ്മെൽ എ റാറ്റ് ടു സസ്പെക്ട് സംതിങ്. മാൻ ഓഫ് ലെറ്റേഴ്സ് എ സ്കോളർ. മാൻ ഓഫ് സ്ട്രോ എ വർത്ത്ലെസ് മാൻ. മൂഡ് പോയിന്റ് അൺഡിസൈഡഡ് മാറ്റർ. ഫെയർ സെക്സ് വിമൻ. ബോസം ഫ്രണ്ട് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. ആക്സ് ടു ഗ്രൈൻഡ് ടു ഹാവ് സ്ട്രോങ് ഒപ്പീനിയൻ അബൌട്ട് സംതിങ്. ബ്രേക്ക് ദ ഐസ് ടു ബിഗിൻ എ കൺവെർസേഷൻ. നെക്സ്റ്റ്, ബ്രിങ് ഹോം, ഫ്രേസൽ വെർബാണ്. കൺവിൻസ്. ബ്രിങ് ഹോം എന്ന് പറഞ്ഞാൽ കൺവിൻസ്, ബോധ്യപ്പെടുത്തുക എന്നാണ്. എൻഡ് ഇൻ സ്മോക്ക്, കട്ടപ്പുക, അങ്ങനെ പഠിക്കുക. അപ്പോൾ നമ്മൾ പറയുക, നീ തുടങ്ങിയ ബിസിനസ് എന്തോ ആയി? 3 മാസം കഴിഞ്ഞപ്പോൾ എൻഡ് ഇൻ സ്മോക്ക്, വേസ്റ്റായി മണി. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്, ഇനി മലയാളം പഠിക്കാം നമുക്ക്. കുറച്ച് ഇംഗ്ലീഷ് മാത്രം പഠിച്ചോണ്ടിരുന്നാൽ പുറടിക്കും, കുറച്ച് മലയാളം കൂടെ നിങ്ങൾ പഠിച്ചു. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്, തർക്കത്തിലുള്ള കാരണം. കോസ് ഓഫ് കോറൽ, ഇംഗ്ലീഷ് വേണ്ടവർ കേട്ടോ. കോസ് ഓഫ് കോറൽ, വഴുക്കിനുള്ള കാരണം. വേറെ ഒന്നുമുണ്ട്, ബോൺ ഓഫ് കണ്ടൻഷൻ, സെയിം അർത്ഥമാണ്. ബോൺ ഓഫ് കണ്ടൻഷൻ. ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറഞ്ഞാലും തർക്കത്തിനുള്ള കാരണം. എ കോസ് ഓഫ് ഡിസ്പ്യൂട്ട്. കാശ്മീർ ഈസ് എ ബോൺ ഓഫ് കണ്ടൻഷൻ ഇൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ കാശ്മീരാണ് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെ ഇടയിലുള്ള ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് അല്ലെങ്കിൽ ബോൺ ഓഫ് കണ്ടൻഷൻ. മറക്കരുത്. എ ബ്ലെസ്സിങ് ഇൻ ഡിസ്കസ് എന്ന് പറഞ്ഞാൽ ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഉർവശി ശാപ ഉപകാരം. അർജുനനെ ഉർവശി ശപിക്കും, നീ ഒരു നപുംസകമായി പോകട്ടെ എന്ന്. ഉർവശി തന്നെ അർജുനന് ഇത്തിരി ഇളവ് കൊടുക്കും. ജീവിതത്തിൽ 1 വർഷം, നിനക്ക് ഇഷ്ടപ്പെട്ടൊരു വർഷം നീ ഒരു നപുംസകമായിട്ട്, ആണും പെണ്ണും അല്ലാത്ത ഒരാളായിട്ട് ജീവിക്കണം എന്ന് പറയും. അപ്പോൾ ഇവർ വനവാസമൊക്കെ കഴിഞ്ഞ് അജ്ഞാതവാസക്കാലത്ത് ഒരു നാട്ടിൽ ആരും അറിയാതെ, ആരും പിടിക്കപ്പെടാതെ വേഷം മാറി താമസിക്കണം പാണ്ഡവർ. അപ്പോൾ എല്ലാവരും വേഷം കെട്ടി പല രൂപത്തിലാകുമ്പം അർജുനൻ ഉർവശിയുടെ ശാപം ആ വർഷം സ്വീകരിച്ചിട്ട് ബൃഹന്നള എന്നു പേരുള്ള ഒരു നപുംസകം, ട്രാൻസ്ജെൻഡറായ ഒരു നർത്തകിയായിട്ട് അവിടെ ജീവിക്കും. അപ്പോൾ അർജുനെ സംബന്ധിച്ച് ആ ശാപം ഉപകാരമാണ്. അതായത് നമ്മൾ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിചാരിച്ചിരുന്നൊരു കാര്യം നല്ലത് കൊണ്ടിരുന്നു, അതുകൊണ്ട് ജീവിതത്തിൽ നല്ലത് വരുന്നു. മനസ്സിലായല്ലോ? ഇപ്പം നിങ്ങൾ ട്രെയിനിൽ കയറാൻ, ഒരു ബസ്സിൽ കയറാൻ വേണ്ടി ചെല്ലുമ്പോൾ ബസ് വിട്ടുപോകും.
നിങ്ങൾ നിങ്ങളുടെ ഇൻ്റർവ്യൂ തെറ്റെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ ആ ബസ് നിങ്ങളുടെ ഫ്രണ്ട് വെച്ച് ആക്സിഡൻ്റ് ആവുന്നു. ഓക്കെ, ഒരു നെഗറ്റീവ് കാര്യമാണെങ്കിലും മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ, അങ്ങനെ വിചാരിച്ചാൽ മതി. ബോൾട്ട് ഫ്രം ദ ബ്ലൂ, ഓർക്കാപ്പുറത്തെ ആഘാതം. അതായത് ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയും, ഇറ്റ് വാസ് എ ബോൾട്ട് ഔട്ട് ഓഫ് എ ക്ലിയർ സ്കൈ എന്നൊക്കെ പറയും. ബോൾട്ട് ഔട്ട് ഓഫ് എ ക്ലിയർ സ്കൈ, ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്നൊക്കെ പറഞ്ഞാൽ അപ്രതീക്ഷിതമായി ഏൽക്കുന്ന അടിയാണ്, പ്രതീക്ഷിക്കാതെ വരുന്ന സംഭവം. ഇപ്പം നമ്മൾ ജോലി കിട്ടിയെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കുന്നു, പെട്ടെന്ന് ഒരു ബാങ്കിലൊരു തകർച്ച വരുന്നു, ബാങ്കിലായിരുന്നു ജോലി, ബാങ്കിൽ ജോലി നഷ്ടപ്പെടുന്നു. ഇറ്റ് വാസ് എ ബോൾട്ട് ഔട്ട് ഓഫ് എ ക്ലിയർ സ്കൈ, ഇറ്റ് വാസ് എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയും. എ ചിക്കൻ ഹാർട്ടഡ് പേഴ്സൺ, ചിക്കൻ ഹാർട്ടഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ കോഴിയുടെ ഹൃദയമുള്ള മനുഷ്യൻ എന്നല്ല, പിന്നെന്തുവാ, ഭീരു, പേടിത്തൊണ്ട്. ഗോർഡിയൻ നോട്ട് എന്ന് പറഞ്ഞാൽ വിഷമ പ്രശ്നം, ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന പ്രശ്നത്തെയാണ് ഗോർഡിയൻ നോട്ട് എന്ന് പറയുന്നത്. നോക്കിയേ, ബ്രിങ് ഹോം കൺവിൻസ്, എൻഡ് സ്മോക്ക് വേസ്റ്റ്, ആപ്പിൾ ഓഫ് ഡിസ്കോട്ട്, തർക്കത്തിനുള്ള കാരണം, കോസ്റ്റ് ഓഫ് കോറൽ, ബ്ലെസ്സിങ് ഇൻ ഡിസ്കസ്, ഉർവശി ശാപ ഉപകാരം, ബോൾട്ട് ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ ബോൾട്ട് ഔട്ട് ഓഫ് എ ക്ലിയർ സ്കൈ, അൺഎക്സ്പെക്റ്റഡ് ഈവൻറ്റ്. ചിക്കൻ ഹാർട്ടഡ്, കവേർഡ്, ഫീരു. ഗോർഡിയൻ നോട്ട് വിഷമ പ്രശ്നമാണ്, പരിഹരിക്കാൻ കഴിയാത്തൊരു വിഷയം. ഓക്കെ, സോ ഇത്രയും വാക്കുകൾ പഠിച്ചല്ലോ. ഞാൻ കുറച്ച് ചോദിക്കാം, ഞാൻ 3 എണ്ണം ചോദിക്കാം, അത് കമൻറ്റ് ചെയ്യണം അതിൻ്റെ അർത്ഥം. ഓക്കെ, ഒന്നാമത്തെ ടിറ്റ് ഫോർ ടാറ്റ്, എന്താണ് അർത്ഥം? മലയാളമോ ഇംഗ്ലീഷോ കമൻറ്റ് ചെയ്താൽ മതി, ഇംഗ്ലീഷ് തന്നെ കമൻറ്റ് ചെയ്തോളൂ. രണ്ടാമത്തെ ടിറ്റ് ഫോർ ടാറ്റിൻ്റെ അർത്ഥം എന്താണ്? മൂന്നാമത്തെ വെൽ ഓഫ് എന്ന് പറയുന്ന ഫ്രേസിൻ്റെ അർത്ഥം എന്താണ്? നാലാമത്തെ ജാക്ക് ഓഫ് ആൾ ട്രേഡ്സ് എന്ന് പറയുന്ന ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ്റെ അർത്ഥം എന്താണ്? ഈ 3 ഏതൊക്കെയാ? വെൽ ഓഫ്, ജാക്ക് ഓഫ് ആൾ ട്രേഡ്സ്, പിന്നെ ആദ്യം പറഞ്ഞത്. ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ് എന്ന് ടിറ്റ് ഫോർ ടാറ്റ് ആദ്യം പറഞ്ഞു. ഇത് 3 കമൻറ്റ് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കൂടെ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനിയും പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം ചോദിക്കും, ഉറപ്പ്, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. ഒരെണ്ണം ചോദിക്കും, പരീക്ഷ ഉടനെ ഉണ്ടാവും. എൻട്രിയിൽ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്, ഇനിയും പഠിച്ചു തുടങ്ങാം. കോഴ്സിൽ എൻ്റെ മെൻറ്റർഷിപ്പ് ബാച്ചിൽ തന്നെ, മെൻറ്റർഷിപ്പോടുകൂടിയുള്ള ബാച്ചിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. 7ഓളം അധ്യാപകരാണ് നിങ്ങളെ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇംഗ്ലീഷിന് മാത്രം. ഓക്കെ, സോ കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല കോച്ചിങ്ങാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വരിക, ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നേരത്തെയുള്ള യൂട്യൂബ് ക്ലാസ്സുകൾ കാണുക. ഇനിയും വരുന്നുണ്ട്. തൽക്കാലത്തേക്ക് ഇവിടെ വാങ്ങുന്നു. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ.